ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളെ ആരാണ് സ്നേഹിക്കുന്നത്, അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക് കേട്ടോ. ഒരു പയൽ റീഡിംഗ് ആണ്, 2 പയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ റീഡിങ്ങിലേക്ക് അടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പൊ തൊട്ട് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. അപ്പോ 2 പയൽ വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പയൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇഷ്ടമുള്ള പയൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഒന്നാമത്തെ പയല് ഇതാണ് കേട്ടോ, കർപ്പൂരമാണ്. 5 കർപ്പൂരാണ് കേട്ടോ ഒന്നാമത്തെ പയല്. അത് ഇഷ്ടമുള്ളവര് അത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തേത് പനിക്കൂർക്കയുടെ ലീഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയല് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പയലിന്റെ റീഡിങ് കർപ്പൂരം അല്ലെ നോക്കാം. പനിക്കൂർക്കയുടേത് മാറ്റി വെക്കാം. ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്? ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്? Nine of Wands, 2 of Wands, Lovers. ലവേഴ്സ് കാർഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടിൻ ഫ്ലെയിം സോൾമേറ്റ് അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 4 of Cups, അതും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി എനിക്ക് 2 കാർഡ് ഒരുമിച്ച് കിട്ടി. മജീഷ്യനും കിട്ടി, ഏസ് ഓഫ് കപ്പും കിട്ടി, 9 of Wands ഫസ്റ്റ്. അത് 3 കാർഡുണ്ട്. മജീഷ്യൻ, 6 of Pentacles, നൈറ്റ് ഓഫ് സോർട്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ്, 7 of Wands. നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെന്റ്, ദ ഫൂൾ. ഇത്രയും കാർഡ് മതി. ബോട്ടം ഓഫ് ദ ഡെക്ക്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വളരെ വേഗം വരാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്തോ ഒരു മിറക്കിൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ അല്ലെങ്കിൽ ഒന്നിച്ച് ചേരാൻ, കണ്ടുമുട്ടാൻ ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലായിരുന്നിരിക്കും. നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾ തനിച്ച ആ ഒരു സിറ്റുവേഷൻ, അതേ ഒരു സിറ്റുവേഷൻ തന്നെ ആ ഒരു വ്യക്തിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ 2 വ്യക്തികളും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ഇതുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഡിവോഴ്സ് ആവാം, ഹസ്ബൻഡ് മരിച്ച വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം ലവ് ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തിയാവാം. അങ്ങനെ നിങ്ങൾ ഒരു വ്യക്തി ആരെയോ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയും ഈ ഒരു സിറ്റുവേഷനിലായിരുന്നിരിക്കും. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം ഈ ഒരു സിറ്റുവേഷനിൽ ആയത് എന്താണോ, നിങ്ങൾ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയിട്ടുള്ളവരാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണ്. ടിൻ ഫ്ലെയിം ആയതുകൊണ്ടാണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടാൻ, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമിനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ വ്യക്തിക്കും ഇതുപോലൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പരസ്പരം നിങ്ങൾ ഒരുപക്ഷെ ഓൺലൈനിൽ കൂടിയോ അല്ല ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കണ്ടുമുട്ടി നിങ്ങൾ കോണ്ടാക്റ്റിലായി ഇതുവരെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ
വരും പോവും എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒരാള് എനിക്ക് തോന്നുന്നു നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും അല്ലാതെ ആ ഒരു കോണ്ടാക്ട്, പരസ്പരമുള്ള ആ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ആ ഒരു ലവ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ആശ്വാസമായിരുന്നു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നത്. പരസ്പരം നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു സഹായമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തി പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെന്നത് ആ ഒരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരാൻ സഹായമായിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവർക്കൊരു സഹായമായിട്ടുണ്ട്, അവർക്കൊരു പുതിയ ലൈഫിലേക്ക് വരാൻ വേണ്ടി സഹായമായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കാവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കാവാം. അപ്പൊ ലൈഫ് ഒരു ബാലൻസിൽ നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പക്ഷേ നിങ്ങളത് കണ്ടുമുട്ടാനൊരു സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഒരുമിച്ച് ചേരാൻ ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ബൗണ്ടറീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു കൂടിച്ചേരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിലേക്ക് എത്താൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ട്, രണ്ടുപേർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇത് കൂടിച്ചേരുമോ, അല്ലെങ്കിൽ ഇത് എന്നെങ്കിലും ഒന്നിക്കുമോ, എന്നെങ്കിലും ഞങ്ങൾ കണ്ടുമുട്ടുമോ, ഞങ്ങൾ മാരേജിലേക്ക് എത്തുമോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തി ആയിട്ട് കണ്ടുമുട്ടും, നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലവ് അത്ര ഡീപ്പ് ലവ് ആണ്. ഏസ് ഓഫ് കപ്പ് നിങ്ങൾ ചേരേണ്ട വ്യക്തികൾ തന്നെയാണ്. ഡിവൈൻ ലവ് ആണ്, ദൈവമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്തതാണ്. ഇവിടെ എനിക്കൊരു ചീറ്റിങ്ങിന്റെ എനർജി കാണുന്നില്ല. നിങ്ങളത് 100% പ്യുവർ ലവ് ആണ്, ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേരുടെയും ലൈഫിലേക്ക് നിങ്ങളുടെ ആ ഒരു മുൻ ജന്മത്തിലുള്ള ആ ഒരു നിങ്ങളുടെ പാർട്ട്ണർ നഷ്ടപ്പെട്ട് നിങ്ങൾ സിംഗിൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യം ലവ് ചെയ്ത വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഏതെങ്കിലും രീതിയിൽ അവർ മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് മാറ്റിയിരിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ലവറുമായിട്ടാണ് നിങ്ങൾ ചേരേണ്ടത്, നിങ്ങളുടെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ചേരേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഇവിടെ കണ്ടോ താലി, ആദ്യത്തെ ഒരു പക്ഷെ കല്യാണം കഴിച്ചവരാണ് താലി പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ആ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഹസ്ബൻഡ് ഇല്ലാത്തൊരവസ്ഥ. ഇനി അഥവാ ഡിവോഴ്സ് ആയവരാവാം, അല്ലെങ്കിൽ ഒരു വട്ടം പ്രണയിച്ചവരാകാം. ആദ്യത്തത് നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് ആവോ, അല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിട്ടുള്ളവരാവാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്ത് കടന്നത് ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ സ്നേഹം കൊണ്ടാവാം. അപ്പൊ ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആരുടെയൊക്കെ ലൈഫിൽ ഇപ്പൊ നടക്കുന്നുണ്ടോ അത് റിയൽ ലവ് ആണ്. നിങ്ങൾ തമ്മിൽ ഇതുവരെയും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു റിലേഷനിലേക്കൊന്നും പോയിട്ടുള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. അത് ആ രീതിയിലുള്ളൊരു ചീറ്റിംഗ് ഒന്നും ഇവിടെ കാണുന്നില്ല. നല്ല രീതിയിൽ സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. ഈശോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹമാണ്, നല്ല രീതിയിൽ സ്നേഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. അപ്പോ പവിത്രമായ സ്നേഹം തന്നെയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ കൂടി ചേരാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാരേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് ഒരു മിറക്കിൾസ് അവിടെ ഒരുക്കുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്ന് ഒരു മിറക്കിൾ, അല്ലെ ദൈവത്തിന്റെ ഒരു മിറക്കിൾ അവിടെ സംഭവിക്കും. എങ്കിലേ നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാൻ പറ്റൂ. അതുപോലെ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്ക് തമ്മിൽ. അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയതുകൊണ്ട് അത് കൂടിച്ചേരാൻ ഭയങ്കര പാടാണ്. ഒരുപാട് നിങ്ങളത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ 2 കാർഡുകൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കാവാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും വേറെ ചോയ്സസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ മാരേജ് അഫയേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ചോയ്സസ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്കറിയാം നിങ്ങൾ തമ്മിൽ കൂടി ചേരുമെന്ന്, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവമായിട്ടൊരു എന്തോ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. അധികം താമസിയാതെ ഒരു മിറക്കിൾ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ സംഭവിക്കും.
നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വരും, നിങ്ങളൊരു മാരേജിലേക്ക് എത്തും, നിങ്ങളൊരു കൂടിച്ചേരലിന് ഒരുങ്ങുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതിൽ മിക്കവർക്കും ഒരു 6 മാസത്തിനുള്ളിൽ സംഭവിക്കാം, ചിലർക്ക് 9 മാസത്തിനുള്ളിൽ സംഭവിക്കാം, ചിലർക്ക് 2 മാസത്തിനുള്ളിൽ സംഭവിക്കാം, അല്ലെ ചിലർക്ക് 4 മാസത്തിനുള്ളിൽ സംഭവിക്കാം, ചിലർക്ക് 7 മാസത്തിനുള്ളിൽ സംഭവിക്കാം. അങ്ങനെ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്ക് 4 ആഴ്ചയ്ക്കുള്ളിൽ വരാം, ചിലർക്ക് 2 ആഴ്ചക്കുള്ളിൽ വരാം, അല്ലെങ്കിൽ 9 ആഴ്ചക്കുള്ളിൽ വരാം. ഇവിടെ ചിലർക്ക് ദിവസങ്ങൾ മതിയായിരിക്കാം ആ ഒരു വ്യക്തി വരാൻ, ചിലർക്ക് മാസങ്ങളായിരിക്കും, ചിലർക്ക് ആഴ്ചകളായിരിക്കും കേട്ടോ. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ട്രൂ ലവ് ആണ്, യൂണിവേഴ്സ് ആയിട്ടത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിറക്കിൾസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ മാരേജിലേക്ക് എത്തും, കൂടി ചേരും. ആ ഒരു വ്യക്തി നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ലവേഴ്സ് കാർഡാണ്, അത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അത്ര നിങ്ങൾക്ക് അവരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു റീഡിങ്. നമുക്ക് അടുത്ത പൈൽ നോക്കാം. സെക്കൻഡ് പൈല് എടുത്ത് നിങ്ങളെ ആരാണ് സ്നേഹിക്കുന്നത്, നിങ്ങളെ ആരാണ് സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കാർഡ് 2 ഉണ്ട്. കുറെ കാർഡ് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6 of swords, 3 of wands, 10 of pentacles, sun എല്ലാം കിട്ടിയിട്ടുണ്ട്. Queen of swords, page of wands, 2 of swords, 2 cup, bottom of the deck ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെയും ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചേരേണ്ട ജോഡി തന്നെയാണ്. ഇവിടെ ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡ്, 2 കപ്പ്, 10 പെന്റിക്കിൾസ്, സൺ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്കൊരു ട്രൂ ലവ് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയാം. അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ആരാണെന്ന് വെച്ചാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയൊരു വ്യക്തി, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു വ്യക്തി പോയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. 10 of wands, നിങ്ങളുടെ പഴയ ഒരു ലവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എനിക്കിവിടെ കാണാം. 10 of wands, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തി, പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതായിട്ട് കാണുന്നുണ്ട്. എന്താ പറയുക, ഒത്തിരി പെയിൻ തന്ന ഒരു വ്യക്തി, ഒത്തിരി ബർഡൻ. ആ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ശല്യമായിട്ടാണ്, ഭയങ്കര പ്രോബ്ലം. വരും പോവും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തി. പക്ഷെ നിങ്ങള് ആ ഒരു വ്യക്തി തന്നെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നതിന് ശേഷം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ചാൾ മാറി നിന്നിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതായത് പഴയ ആ ഒരു സിറ്റുവേഷൻ, അയാൾക്ക് നിങ്ങളെ വിട്ട് പോവാൻ പറ്റുന്നില്ലായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഫിസിക്കലായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപക്ഷെ ജീവിച്ചിട്ടുണ്ടാവും. മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോവാൻ പറ്റുന്നില്ല, അയാൾ വീണ്ടും തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരുന്നതായിട്ടാണ്. നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നു. സണ്ണും കാണുന്നുണ്ട്. ഇനി അങ്ങോട്ടൊരു സണ്ണ്, അതായത് നിങ്ങൾക്ക് ഒരുമിച്ചൊരു കൂടിച്ചേരലുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു ജോഡിയായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. കിങ്ങും ക്യൂനും കാണുന്നുണ്ട്. കിങ്ങും ക്യൂനും എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. 2 of cup ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചേരേണ്ട ഒരു ജോഡി തന്നെ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ തമ്മിൽ ചേരുന്നതോടെ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ പൂർത്തിയാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചേരുന്നതിലൂടെ എന്താ പറയുക, നിങ്ങൾ ഫാമിലി ഉള്ളവരായിരിക്കാം, പക്ഷെ നിങ്ങൾ തമ്മിൽ വീണ്ടും എന്താ പറയുക നിൽക്കാനുള്ള ഒരു ഡെത്ത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു ഡെത്ത് സംഭവിച്ചു, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു ഡെത്ത് സംഭവിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു റീബർത്ത്, ഒരു പുതിയ
ലൈഫ് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സന്തോഷകരമായ ലൈഫ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലവർക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഫാമിലി ലൈഫ് സന്തോഷകരമല്ലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപാട് പെയിൻ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് പെയിൻ തരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാൾ പിരിഞ്ഞിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ടാവാം. അങ്ങനെ പക്ഷെ ഒരു കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും കൂടി ചേരുന്നുണ്ടാവാം എന്ന് തോന്നുന്നു. ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും കൂടി ചേർന്ന് സന്തോഷകരമായി ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞാലും ഒരുപക്ഷെ ഹസ്ബൻഡ് ഒരുപക്ഷെ കുടിക്കുകയോ അല്ലെങ്കിൽ വേറെ ദുസ്വഭാവമൊക്കെ ഉള്ള വ്യക്തിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾ അയാളെ വേണ്ടെന്ന് വെച്ച് മാറിപ്പോയതാവാം. പക്ഷെ പിരിയാൻ പറ്റുന്നില്ലായിരിക്കാം. വീണ്ടും നിങ്ങൾക്ക് കൂടി ചേരേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഏതെങ്കിലും കാരണം കൊണ്ട് ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ വേണ്ടെന്ന് വെക്കുന്നു, ഹസ്ബൻഡ് നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ കുറെ നാൾ മാറി നിന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും കൂടി ചേരുന്നുണ്ടാവാം. ആ ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാവാം നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെങ്കിലും നിങ്ങൾ ഒരുമിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങളുടെ പഴയ ഒരു ലൈഫ് എൻഡായിട്ട് ഒരു പുതിയ തുടക്കം, പഴയതൊക്കെ പൂർണ്ണമായും മറന്നുകൊണ്ട് പുതിയൊരു തുടക്കം, പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് കാണുന്നുണ്ട്. സക്സസ് ഒരുപക്ഷെ കുറച്ചുനാൾ അങ്ങനെയൊക്കെ ലൈഫിൽ നടക്കണം എന്നുള്ളൊരു നിയോഗം ആയിരിക്കാമെന്ന് തോന്നുന്നു. ഹസ്ബൻഡ് എന്താ പറയാ ജോലിയൊന്നും ചെയ്യല, ജോലിക്കൊന്നും പോകാത്ത, ഒരു ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിയാവാം, അല്ലെങ്കിൽ കുടിക്കുന്ന വ്യക്തിയാവാം, ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹസ്ബൻഡിന് എന്താ പറയാ ഇനിയിപ്പം മറ്റേതെങ്കിലും ബന്ധം വന്നിട്ടുണ്ടാവാം ഹസ്ബൻഡ് ലൈഫിൽ. അപ്പം അതെല്ലാം പിന്നെ എല്ലാം മറന്ന് നിങ്ങളപ്പോ ഒരുപക്ഷെ ആ ഒരു ഇതൊക്കെ കാരണം അയാളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പൊ അതിൽ നിന്നൊക്കെ അയാള് നഷ്ടങ്ങൾ മാത്രം ഉള്ള, ആരും എന്താ പറയാ എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴത്തേക്കിനും അവരുടെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കില്ല, ആരും കൂടെ ഇല്ലാതാകുമ്പോൾ. അപ്പോഴായിരിക്കും ഒരു നല്ലവനാകണം എന്നൊരു ചിന്ത വന്ന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി സന്തോഷകരമായിട്ട് ലൈഫ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ കാര്യത്തിൽ, എല്ലാവർക്കും ഒരുപോലല്ല, ചിലരുടെ കാര്യത്തിൽ അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ചിലരൊക്കെയാണെങ്കിൽ ഹസ്ബൻഡിനെ കാത്തിരിക്കുന്നവരുണ്ട്, ഇപ്പോഴും ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നവരുണ്ട്, തിരിച്ചു വരും അല്ലെങ്കിൽ നല്ലവനായി തീരുമെന്നൊക്കെയുള്ള രീതിയിൽ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾ കൂടിച്ചേരും, നിങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് കൂടിച്ചേരും എന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പോ, അതായത് നിങ്ങൾ കൂടിച്ചേർന്നേ പറ്റും, നിങ്ങൾ തമ്മിലൊരു പാർട്ട്ണറാണ്. നിങ്ങളുടെ ആ ഒരു ബന്ധം നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ട് അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുമിക്കുന്നവരുണ്ട്. അപ്പൊ അവരും ആ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുന്നെങ്കിലും രണ്ടുപേരും ഒരാളെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവാനും, പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും സ്നേഹം ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നുണ്ട്, പിന്നെ നിങ്ങളെ ഇതിൽ ഒരു കാർഡിൽ റീഡ് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങളുടെ ഒരു മാരേജ് ലൈഫ് സക്സസ് അല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നു, ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നു. അപ്പോ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയാവാം, നിങ്ങളുടെ നിങ്ങൾ ആ പുതിയതായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. ചില വ്യക്തികളുടെ നിങ്ങൾക്കൊരു സന്തോഷകരമായ മാരേജ് ലൈഫ് ഉണ്ട്, അതെനിക്ക് പറയാനൊക്കത്തില്ല. ചിലവർക്ക് അതുണ്ടാവാം. നിങ്ങൾ കാത്തിരിക്കുക, ചില വ്യക്തികൾക്ക് കാത്തിരുന്നാൽ ഒരു സന്തോഷകരമായ മാരേജ് ലൈഫ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തോഷം ഉണ്ട്. ചിലർക്ക് എക്സ്ട്രാ മാരേജ് അഫയേഴ്സ് ആണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായി നിങ്ങളുടെ ഭർത്താവായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേരെ സ്നേഹിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഒരു എക്സും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡും സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയും കാണുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കേട്ടോ.
അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് രണ്ടുപേരുടെയും സ്നേഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഈ ഒരു ഫയൽ എടുത്തപ്പോൾ കിട്ടിയത്. അപ്പൊ പലരുടെ സെക്ഷനാണ് എനിക്കിവിടെ കിട്ടിയത്, പല റീഡിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഫയല് പല പല വ്യക്തികളുടേതാണ്. അപ്പൊ എനിക്കിവിടെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ, അല്ലെ, നിങ്ങൾക്ക് വാല്യൂ തരുന്ന ഒരു വ്യക്തി ഏതാണോ ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കേണ്ടത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഫാമിലി, അതൊക്കെ നിങ്ങൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് തീരുമാനം എടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവിടെ പല രീതിയിലുള്ള റീഡിംഗ് ഈ ഒരു കാർഡിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കിങ് ക്യൂന് ജോഡിയുണ്ട്. അപ്പൊ ജോഡികളായിട്ടുള്ള വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ടിൻ ഫ്ലെയിം സോൾമേറ്റ്, കിങ്ങും ക്യൂനും വന്നത് ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ്. ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ പേരൻസിന്റെ, സിംഗിൾ മദറിന്റെ, സിംഗിൾ പേരന്റ്, സിംഗിൾ മദർ, സിംഗിൾ ഫാദറിന്റെ ഒരു എനർജി ഇവിടെ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള ലേഡീസ്, തനിച്ചായിരിക്കുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സിന്റെ എനർജി ഉണ്ട്. ആ ഒരു രീതിയിലുള്ള വ്യക്തികളുടെ ഒരു പക്ഷെ ഡിവോഴ്സ് ആയവരുടെ ഒരു എനർജി ഇവിടെ കാണാം. ഇതില് സിംഗിൾ പേരന്റ് ആയിട്ടുള്ള വ്യക്തികളുടെയും കാണാം. ആ ഒരു നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി ലൈഫ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കൂടി ചേർന്ന ഒരു സന്തോഷകരമായ ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. ഒരു സിംഗിൾ മദറും സിംഗിൾ പേരന്റുമായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്, കുട്ടികളുമൊത്തുള്ള ഒരു കൂടിച്ചേരൽ കാണുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു കണ്ടുമുട്ടിയ വ്യക്തിയാണ് കേട്ടോ. എവിടെയും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം, അല്ലെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അധികം താമസിച്ചാൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. അതൊരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ഫാമിലി ലൈഫ് ഉള്ള വ്യക്തികളാണ്. ഹസ്ബൻഡ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ലവ് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഇവിടെ എക്സ്ട്രാ ഒരു ലവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഇതിൽ ആരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ 2 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരെയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആരെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാണ്. പക്ഷെ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ലവറിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ എന്ത് വേണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ മറ്റേ വ്യക്തിയാണ് സ്നേഹിക്കുന്നത്, പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. 6 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡാണ് സ്നേഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിനെയാണ് സ്നേഹിക്കേണ്ടത്. പക്ഷെ നിങ്ങളുടെ സ്നേഹം മറ്റേ ഒരു വ്യക്തിയിലേക്കാണ് പോയത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്, ഒരുപാട് വല്ലാത്തൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്നാണ്. അത് ശരിക്കും യഥാർത്ഥ സ്നേഹമല്ല. ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകുമെന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് റിയൽ ലവ് അല്ല, നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാണ് എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പക്ഷെ ആ ഒരു വ്യക്തി പോയതിനെ ഓർത്തിട്ട് വിഷമിച്ച് ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഇരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥയിൽ അയാളുടെ ഓർമ്മകളൊക്കെ അലട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി അതിനെ മറന്നേക്കുക. ഒരുപാട് പ്രോബ്ലം നിങ്ങൾക്ക്, ഒരുപാട് ബർഡൻ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഡിപ്രഷൻ അല്ല, ആ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ മോഹിപ്പിച്ചിട്ടുണ്ടാവാം, പല കാര്യങ്ങളും പറഞ്ഞ് ഒക്കെ നിങ്ങളെ മോഹിപ്പിച്ചിട്ടുണ്ടാവാം. അല്ല, നിങ്ങൾ ആ ഒരാളുടെ പുറകെ ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് ബർഡനാണ് തരുന്നത്, ഒരുപാട് വിഷമങ്ങളും പ്രോബ്ലംസും ആണ് തരുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ ഒരു അധ്യായത്തിനെ മറന്നിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡും കുട്ടികളും ഒത്ത്, പക്ഷെ എനിക്ക് ഹസ്ബൻഡും കുട്ടികളും ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡും കുട്ടികളും ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത ആ ഒരു ചിന്തകളിൽ നിന്ന്, ആ ഒരു ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നുണ്ട് കേട്ടോ. ചിലരോടുള്ള റീഡിംഗ് ആണിത്. നിങ്ങളോട് പല ടൈപ്പിലുള്ള റീഡിംഗ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെ ആരെയൊക്കെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക.
ഇല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. അപ്പോ റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.